ഇതിന് നിങ്ങളെ കോളേജിൽ നിന്ന് എത്രത്തോളം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്? കോളേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിൽ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, ടീച്ചേഴ്സ് പ്രിൻസിപ്പൽ എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പൊ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡെയിലി ഇപ്പം ഓരോ എന്താ പറയാ ഓലിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഐഡിയ പ്രസന്റേഷന്, അതേപോലെ തന്നെ പുതിയ ടെക്നോളജി, പുതിയ പ്രൊജക്ട്, റോബോട്ടുകൾ ഡെവലപ്പ് ചെയ്യുക, സ്റ്റാർട്ടപ്പ് വരിക, പുതിയ IEEE പേപ്പർ പ്രസന്റേഷൻ, അങ്ങനെ അവരിങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ എന്താ പറയാ അപ്പൊ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഇവര് ഫോട്ടോ ഇട്ടിക്കാണ്ട് മറ്റേ തീയിടുവല്ലോ, അങ്ങനെയുള്ള സാധനമൊക്കെ ഇടുമ്പോൾ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി. അങ്ങനെ കുറെ നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം അവിടുന്ന് കുറെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ അവരെന്നെ ഈ പറയുന്ന പോലെ ബ്രാൻഡിങ്ങും മറ്റു മീഡിയാസും കാര്യങ്ങളൊക്കെ തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിന്നെ അതിനുശേഷം ഈ പറയുന്ന മാതിരി ഫ്ലവേഴ്സ് TVക്ക് സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പ് എന്നുള്ള പ്രോഗ്രാമിന് അവർ കൊണ്ടുപോയി. പിന്നെ അതേപോലെ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ അവിടെ ഒരു സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ പറഞ്ഞ മാതിരി ജോബ് ഫെയറിന് അവര് പ്രിൻസിപ്പാളെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇനാഗുറേഷൻ ചെയ്യാൻ പറ്റി. അതും ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും കളക്ടറും ഉണ്ടായിക്കൊണ്ട്. അതേപോലെ ഫണ്ടിങ് സപ്പോർട്ട്, കോളേജിൽ നിന്നുള്ള ഫണ്ടിങ് സപ്പോർട്ട്, പിന്നെ അതേപോലെ തന്നെ ഗവൺമെന്റ് സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിധി പ്രയാസ പോലെയുള്ള ഗ്രാന്റ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ ആ കോളേജ് പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് 2 പ്രാവശ്യം ഐഡിയ ഗ്രാന്റ്, അതേപോലെ ഒരു നിധി പ്രയാസ സ്കീമൊക്കെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗത്ത് തന്നെ സപ്പോർട്ടീവ് കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ടപ്പ് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ജേർണി തുടങ്ങാൻ സാധിച്ചത്.